നിയമസഭ വീണ്ടും ചേർന്ന ദിവസം തന്നെ ബഹളമയം. പ്രതീക്ഷിച്ച പോലെ ശബരിമല വിഷയമാണ് സഭയിൽ പ്രതിഷേധത്തിന്റെ വേലിയേറ്റം തീർത്തത്. പോറ്റിയെ കേറ്റി എന്ന പാരഡിപ്പാട്ട് പരസ്പരം പാടുകയായിരുന്നു പ്രതിപക്ഷവും ഭരണപക്ഷവും. വരികൾ ഇരുപക്ഷവും അവർക്ക് അനുകൂലമായി മാറ്റിയിട്ടുണ്ട്. അസാധാരണമായ ഒരു നീക്കം കൂടി ഇന്ന് സഭയിലുണ്ടായി. അതായത് ഭരണപക്ഷം മുദ്രാവാക്യം വിളിച്ച് നേരെ നിയമസഭയുടെ പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം പതിവില്ലാത്ത വിധം മാധ്യമങ്ങളെ കണ്ടു. ഇനി ചർച്ചയ്ക്കില്ല എന്നും ദേവസ്വം മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ പറഞ്ഞത്. സഭയിൽ നടന്ന കാര്യങ്ങൾ ടി എസ് ഹരികൃഷ്ണ വിശദമാക്കും. ഭരണ പ്രതിപക്ഷ വാദപ്രതിവാദങ്ങൾക്കും മുദ്രാവാക്യം വിളികൾക്കുമാണ് ഇന്നത്തെ നിയമസഭ വേദിയായത്. ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭയെ ചൂടുപിടിപ്പിച്ചു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാമായിരുന്നിട്ടും പ്രതിപക്ഷം അതിന് മുതിർന്നില്ല. പകരം നിയമസഭാ നടപടികളുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം. സഭാ നടപടികളോട് ഒരല്പം പോലും സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള പാട്ട് പ്രതിപക്ഷം നിയമസഭയിൽ പാടി. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം പല ആവർത്തി ഉന്നയിച്ചു. ഇതെല്ലാം വകവയ്ക്കാതെ സ്പീക്കർ സഭാ നടപടികളുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. വിട്ടുകൊടുക്കാൻ ഭരണപക്ഷവും തയ്യാറായിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ തന്നെയാണ് സർക്കാരും തീരുമാനിച്ചിരുന്നത്. ശബരിമലയിൽ സ്വർണം കട്ടതാരപ്പ അത് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് ഭരണപക്ഷം തിരിച്ചുപാടി. സ്വർണം കട്ടതാരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ. സ്വർണം കട്ടതാരാണ് കോൺഗ്രസ് ആണ് അയ്യപ്പ. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ ഒളിച്ചോടിയ പ്രതിപക്ഷത്തെ വിമർശിച്ചും പരിഹസിച്ചും ഭരണപക്ഷവും തുറന്നടിച്ചു. ഒരു കോൺഗ്രസ് പ്രവർത്തകയ്ക്കോ പ്രവർത്തകനോ സർ സോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശനമുണ്ടോ സർ? ആരാണ് സർ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? എന്തുദ്ദേശത്തിലാണ് സർ അവിടെ കയറ്റിയത്? ഭയമാണ്. ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് വെള്ളിലേക്ക് ഇറക്കിയിട്ടുള്ളത്, പ്ലക്കാർഡുമായിട്ട് നാളേക്കിന് ഇറക്കിയിട്ടുള്ളത്. നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടപ്പോൾ 10 മണിയോടുകൂടി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇനിയാണ് ട്വിസ്റ്റ്. സാധാരണ പ്രതിഷേധവുമായി പ്രതിപക്ഷമാണ് നിയമസഭയ്ക്ക് പുറത്തേക്ക് വരാറ്. ഇത്തവണ ഒരുപടി മുന്നേ ഇറങ്ങി ഭരണപക്ഷം. ഞങ്ങൾക്ക് ശബരിമലയുടെ കാര്യത്തിലായാലും വേണ്ടില്ല, മറ്റേത് വിഷയത്തിലായാലും ഒന്നും ഒളിച്ചു വെക്കാനില്ല. നിയമസഭയിൽ ചർച്ചയ്ക്ക് വരട്ടെ. അവിടെ ഒരു തരി സ്വർണം അയ്യപ്പൻ്റെത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത്. ഭരണപക്ഷത്തിന്റെ നീക്കം മനസ്സിലാക്കിയ പ്രതിപക്ഷം മറ്റു വഴികളില്ലാതെ നിയമസഭാ കവാടത്തിൽ പ്രതിഷേധവുമായി തുടർന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. സ്ഥിരം ശൈലിയിൽ പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. സ്വർണ്ണക്കൊള്ള CPM നേതൃത്വം അറിഞ്ഞിട്ടുണ്ട്. ആ നേതൃത്വം അറിഞ്ഞിട്ടും വീണ്ടും ഒന്നുകൂടി കൊള്ള നടത്തിയാൻ 24-ലും 25-ലും നടത്തിയ ശ്രമമാണ്. അതുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണം. ഇനിയും ഇതിൽ ഉത്തരവാദികളായ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇന്ന് പിരിഞ്ഞ നിയമസഭ ഇനി അടുത്ത ചൊവ്വാഴ്ച വീണ്ടും ചേരും. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇനിയും സഭയിലെത്തും. ശബരിമല വിഷയം ഇനിയും സഭയെ ചൂടുപിടിപ്പിക്കും. നിയമസഭയിൽ നിന്ന് ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്.